ഷെക്കിന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കാം. ഇത് വിശ്വാസത്തിൻ്റെ പരമ്പരയാണ്. നമ്മുടെ വിശ്വാസപരമായ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നു. ഇത് പഠനത്തിൻ്റെ ഒരു പരമ്പര കൂടിയാണ്. വിശ്വാസത്തിൻ്റെ മേഖലയിൽ കൂടുതൽ ഉൾക്കാഴ്ചകൾ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ ആദ്യമേ തന്നെ കുറച്ച് പദങ്ങൾ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഇതിനോടകം അറിവുള്ളവരുണ്ടാവാം. അവരുടെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് എടുക്കണമെന്ന് കൂടി അപേക്ഷിക്കുന്നു. വിശ്വാസത്തിൻ്റെ കൂദാശകൾ, വിശ്വാസത്തിൻ്റെ നിയമം, പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിൻ്റെ അനുസരണം. വിശ്വാസത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് നമ്മുടെ തന്നെ ഈ വിശ്വാസ പരമ്പരയിൽ ബഹുമാനപ്പെട്ട എബ്രാഹിം മാത്യു അച്ഛൻ എപ്പിസോഡ് 11 വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും അതുപോലെ തന്നെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നും ഭാഗങ്ങളെടുത്ത് അച്ഛൻ അത് വിശദീകരിച്ച് വരുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി എപ്പിസോഡ് 11 വാച്ച് ചെയ്യുമ്പോൾ വിശ്വാസത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് ഒത്തിരി അറിവുകൾ അവിടെ ലഭിക്കും. അവിടെ അച്ഛൻ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത് വിശ്വാസത്തിൻ്റെ അനുസരണം പരിശുദ്ധ അമ്മയെ ഉദാഹരിച്ചുകൊണ്ടാണ്. വിശ്വാസത്തിൻ്റെ അനുസരണം ഈസ് ഈക്വൽ ടു പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയ ഒരു അമ്മയാണ്. ആ കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൊണ്ടുപോകുന്ന ആ അവസ്ഥയാണ് വിശ്വാസത്തിൻ്റെ അനുസരണം. അത് ഇന്ന് ദേവാലയത്തിൽ നിത്യസഹായ മാതാവിൻ്റെ ഒരു പിക്ചർ കാണുമ്പോൾ, കഴിഞ്ഞ ദിവസം നിത്യസഹായ മാതാവിൻ്റെ ഫീസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ആ പടം കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി. ഉണ്ണീശോ ഒരു ബാലനായിരിക്കുമ്പോൾ 2 മാലാഖമാർ കുരിശും അതുപോലെ തന്നെ കുന്തവും എടുത്തുകൊണ്ട് എന്നൊക്കെ വരുന്നത് കണ്ട് ഓടി പരിശുദ്ധ അമ്മയുടെ മടിയിൽ കയറി ഇരിക്കുന്ന ഒരു ബാലനായ യേശു വിശുദ്ധ ലൂക്ക സുവിശേഷകൻ വരച്ചതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. ആ ഒരു പിക്ചറിൽ പരിശുദ്ധ അമ്മ അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു പിക്ചറുണ്ട്. അതാണ് ശരിക്കും കൃത്യമായിട്ട് ഒരുപക്ഷെ നമുക്ക് മാതാവിൻ്റെ വിവിധ രീതിയിലുള്ള പിക്ചറുകളുണ്ടാകും. ഒരുപക്ഷെ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പിക്ചർ ഏതാണെന്ന് എടുത്തു കഴിഞ്ഞാൽ നിത്യസഹായ മാതാവിൻ്റെ പിക്ചർ കൂടി എടുക്കാമെന്ന് കരുതുന്നു. കാരണം അനന്തതയിലേക്ക് നോക്കി നിന്നുകൊണ്ട് ഈ ബാലനായ യേശുവിന് ഭാവിയിൽ വരാനിരിക്കുന്ന കുരിശുമരണവും അതുപോലെ തന്നെ ആ തിരുഹൃദയം കുന്തത്താൽ കുത്തിത്തുറക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്ന പരിശുദ്ധ അമ്മ. വിശ്വാസത്തിൻ്റെ കൂദാശകൾ, അത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പെസഹ രഹസ്യം സഭയുടെ യുഗത്തിൽ എന്ന ഭാഗത്ത് 7 കൂദാശകൾക്കും സിദ്ധാന്തപരമായിട്ടുള്ള പൊതുവായ കാര്യങ്ങൾ പറയുന്ന ഭാഗത്ത് പാരഗ്രാഫ് 1114 മുതൽ 1134 വരെ വിവരിക്കുന്നുണ്ട്. ഇവിടെ കൂദാശകൾക്ക് വിശേഷണമായിട്ട് വിവരിക്കുന്നത്, ഒന്നാമത് കൂദാശകൾ ക്രിസ്തുവിൻ്റെ കൂദാശകൾ എന്ന് പറയുന്നു. രണ്ടാമത് കൂദാശകൾ സഭയുടെ കൂദാശകൾ എന്ന് പഠിപ്പിക്കുന്നു. മൂന്നാമത് അത് വിശ്വാസത്തിൻ്റെ കൂദാശകൾ എന്ന് പഠിപ്പിക്കുന്നു. നാലാമത് അത് രക്ഷയുടെ കൂദാശകളായിട്ട് വിവരിക്കുന്നു. അഞ്ചാമത് അത് നിത്യജീവൻ്റെ കൂദാശകളാണ്. ക്രിസ്തുവിൻ്റെ കൂദാശകൾ എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂദാശകളായിട്ട് വിശേഷിപ്പിക്കുന്നു. സഭയുടെ കൂദാശകളാവുന്നത് അത് അവളിലൂടെ ഉള്ളതാണ്, അവൾക്ക് വേണ്ടിയുള്ളതാണ്. വിശ്വാസത്തിൻ്റെ കൂദാശകൾ എന്ന് പറയുമ്പോൾ
ഒരു ദൈവവചനം. അത് പരിശുദ്ധ അമ്മ ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിക്കുമ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറയുമ്പോൾ, ആ ഒരു വചനത്തിന് വിധേയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വിശ്വാസം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് പരിശുദ്ധ അമ്മ സമ്മതം നൽകി അതനുസരിച്ച് അതിന് വിധേയപ്പെട്ട് നിൽക്കുന്നു. യേശു അപ്പോസ്തലന്മാരെ അയക്കുന്നത് എല്ലാ ജനതകളെയും പഠിപ്പിക്കുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. ഇത് യേശുവിൻ്റെ ഒരു ആഹ്വാനമാണ്. അപ്പോൾ എല്ലാ ജനതകളെയും പഠിപ്പിക്കുന്നു, അത് വചനമാണ്. എല്ലാവരെയും സ്നാനപ്പെടുത്തുന്നു, അത് കൂദാശയാണ്. അപ്പോൾ ഇവിടെ ഗ്രാമറിലൊക്കെ പറയുന്ന പോലെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, വെർബുണ്ട്, ക്ലോസ് ഉണ്ട്. പഠിപ്പിക്കുന്നു, സ്നാനപ്പെടുത്തുന്നു. പഠിപ്പിക്കുന്നത് വചനത്തിലൂടെ, സ്നാനപ്പെടുത്തുന്നത് കൂദാശയിലൂടെ. അങ്ങനെ വാക്കും പ്രവൃത്തിയും അവിടെ ചേർന്ന് വരുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1121 ഇങ്ങനെ പറയുന്നു: മനുഷ്യരെ വിശദീകരിക്കുക, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം പടുത്തുയർത്തുക, അവസാനമായി ദൈവത്തിന് ആരാധന സമർപ്പിക്കുക എന്നിവയാണ് കൂദാശകളുടെ ലക്ഷ്യം. അടയാളങ്ങളാകിയാൽ അവ പ്രബോധനത്തിന് ഉപയുക്തമാണ്. വിശ്വാസം അവയ്ക്ക് മുന്നുപാധി മാത്രമല്ല, അവ വാക്കുകൾ കൊണ്ടും വസ്തുക്കൾ കൊണ്ടും അതിനെ പരിപോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും പ്രകടമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവ വിശ്വാസത്തിൻ്റെ കൂദാശകൾ എന്ന് പറയപ്പെടുന്നത്. വീണ്ടും 1124 നമുക്കിങ്ങനെ വായിക്കാം: വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ക്ഷണിക്കപ്പെടുന്ന വിശ്വാസിയുടെ വിശ്വാസത്തിന് മുൻപേ ഉള്ളതാണ് സഭയുടെ വിശ്വാസം. കൂദാശകൾ അനുഷ്ഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരിൽ നിന്ന് സ്വീകരിച്ച വിശ്വാസത്തെ സഭ ഏറ്റുപറയുന്നു. അങ്ങനെയാണ് പുരാതനമായ ഈ ചൊല്ലുണ്ടായത്: പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമം. അഥവാ അക്വിത്തനിലെ പ്രോസ്പെറസിൻ്റെ അഭിപ്രായത്തിൽ പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമത്തെ സ്ഥാപിക്കുന്നു. പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമമാണ്. സഭ പ്രാർത്ഥിക്കുന്നത് പോലെ വിശ്വസിക്കുന്നു. വിശുദ്ധവും സജീവവുമായ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ആരാധനാക്രമം. അപ്പോൾ വീണ്ടും ആ ഒരു വിശ്വാസപരമായിട്ടുള്ള കൂദാശകളെന്ന് വിശേഷിപ്പിക്കുന്നത്, അത് ഒരു വിശ്വാസം, വചനത്തിലുള്ള വിശ്വാസം, അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് നമുക്ക് തരുന്നു. അങ്ങനെ ആണ് അത് വിശ്വാസത്തിൻ്റെ കൂദാശകളായിട്ട് നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസം, അത് വചനത്തിലുള്ള വിശ്വാസം, അത് കൂദാശയായിട്ട് നമുക്ക് ലഭിക്കുന്നു. വീണ്ടും പരിശുദ്ധ അമ്മ പറഞ്ഞ അതേ വചനം: ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ആ വചനത്തിലുള്ള വിശ്വാസം, അത് പറയുമ്പോൾ അതിനൊരു പാസ്റ്റ് ടെൻസിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്, പ്രസൻറ്റ് ടെൻസിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്, ഫ്യൂച്ചറിൻ്റെ ഒരു ഇതുണ്ട്. അതായത് പാസ്റ്റിൽ ദൈവവചന പ്രകാരം പ്രവാചകന്മാരിൽ പറഞ്ഞ് വെളിപ്പെടുത്തിയിട്ടുള്ള യേശുവിൻ്റെ ആഗമനം ഇന്ന് ഗബ്രിയേൽ മാലാഖയിലൂടെ അത് വെളിപ്പെടുത്തുമ്പോൾ അത് പ്രസൻറ്റ് ടെൻസിൽ വന്ന് നിൽക്കുന്നു. വീണ്ടും ഫ്യൂച്ചറിൽ തന്നെ ഉത്ഭവിക്കുന്ന യേശു ലോകത്തിന് രക്ഷകനായിട്ട് ഭവിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ആ വിശ്വാസം അവിടുത്തെ വചനം പോലെ എന്നിലാകട്ടെ എന്നുള്ള വിശ്വാസപരമായിട്ടുള്ള അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടുത്തെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. വീണ്ടും നാലാമതായിട്ടുള്ളത് അത് രക്ഷയുടെ കൂദാശയാണ്. രക്ഷയുടെ കൂദാശയുടെ വിശേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നാലാമതായിട്ട് വരുന്നത് അത് രക്ഷയുടെ കൂദാശയാണ്. രക്ഷയുടെ കൂദാശ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് യേശുക്രിസ്തുവിൽ രക്ഷാകരകർമ്മം അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് അതിൻ്റെ അത്യുച്ഛ കോടിയിൽ, പ്രത്യേകിച്ചും പെസഹ രഹസ്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്, രക്ഷയുടെ കൂദാശകളാകുന്നത്, അത് പരിശുദ്ധാത്മ ശക്തിയാൽ, അത് ഇന്നത്തെ യുഗത്തിൽ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മ ശക്തിയാൽ അത് നമുക്ക് അനുവദിക്കപ്പെടുന്നു. അപ്പോൾ ഈ രക്ഷയുടെ കൂദാശ എന്ന് പറയുന്നത് നമ്മളെ യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തോട് നമ്മെ ചേർത്ത് നിർത്തുന്നു.
വീണ്ടും അഞ്ചാമത് പറയുന്നത് അത് നിത്യജീവൻ്റെ കൂദാശകളാണ്. നിത്യജീവൻ്റെ കൂദാശകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യേശുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ആഗമനം വരെയും ഇത് നിങ്ങളോടുകൂടി ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ യേശുവിൻ്റെ ഒരു ആഗ്രഹം, ഇന്നും നമ്മളോട് കൂടി ആയിരിക്കാൻ വേണ്ടി ഒരാഗ്രഹം, അത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം നിത്യജീവനാണ്. അപ്പോൾ ആ നിത്യജീവൻ എത്തുന്നത് വരെയും നമുക്ക് പരിപോഷിക്കപ്പെടുവാൻ നിത്യജീവൻ്റെ കുദാശകൾ നമുക്ക് ലഭിക്കുമ്പോൾ നിത്യജീവൻ്റെ ആഗമനം വരെയും പ്രത്യാശയോടുകൂടി ദൈവജനം ഒരുമിച്ച് കൂടുന്നതിനും അങ്ങനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നതിനും കുദാശകൾ അത് നിത്യജീവൻ്റെ കുദാശകളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തിരുഹൃദയത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ ഒരു വിശിഷ്ടമായൊരു ഗ്രന്ഥം കൂടി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അത് തിരുഹൃദയ അനുകരണം എന്ന പേരിലുള്ള പുസ്തകം ഒരു 4-5 വർഷം മുമ്പ് നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പാരിസോയുടെ ഒരു ചേച്ചി അടുത്തുവയലുള്ള ഗ്രസം ചേച്ചി തന്നതാണ്. ഈ പുസ്തകം ജോൺസിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. തിരുഹൃദയ അനുകരണം അത് പിന്നീട് ഇവിടെ 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അത് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ വളരെ ധ്യാനാത്മകമായിട്ട് അങ്ങനെ ഒരു തിരുഹൃദയാനുകരണം കഴിഞ്ഞ ദിവസം തിരുഹൃദയത്തിൻ്റെ പെരുന്നാളായതുകൊണ്ട് ആ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആത്മീയമായ കുറേ കരുതലുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഒത്തിരി വിശിഷ്ട ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ കുറേ ഗ്രന്ഥങ്ങളെല്ലാം നമ്മുടെ ഭവനത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. ഈ ഗ്രന്ഥം ഈശോ സഭാ വൈദികനായ അർണോദ് 1846 ധ്യാനാത്മകമായിട്ട് ഈശോയുടെ സംഭാഷണമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. 1904 ഇംഗ്ലീഷ് പതിപ്പിന് ന്യൂയോർക്കിലെ ആർച്ച്ഡയസിസ് ഇംപ്രിമാത്തൂർ നൽകിയിട്ടുണ്ട്. അതുപോലെ മലയാളത്തിലും അതിൻ്റെ വിവർത്തനമുണ്ട്. ഇപ്പോൾ നമ്മൾ തിരുഹൃദയത്തിൻ്റെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ തിരുഹൃദയാനുകരണം എന്നൊരു പുസ്തകം ദിവസങ്ങളിലെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് അത് വായിച്ചു തീർക്കുന്നത് ഒത്തിരി ഉപകാരമായിരിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ബോധ്യങ്ങളുണ്ട്. ഈ ബോധ്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിൽ ഒത്തിരി പേർക്ക് ഒത്തിരി വരങ്ങൾ നൽകുന്നുണ്ട്. ആത്മീയമായിട്ട് ഒത്തിരി വരങ്ങൾ നൽകിയ കാലഘട്ടത്തിലൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് വരങ്ങളൊന്നുമില്ല. ഒരു ദർശനപരമൊക്കെ ഉള്ളവരെക്കുറിച്ച് അറിയാം, പക്ഷേ അങ്ങനെയൊന്നും വരങ്ങളുമില്ല. പക്ഷേ ഒരിക്കലും ധ്യാനത്തിൽ ഒരു കൗൺസിലിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ജോൺസനെ ബോധ്യങ്ങളിലൂടെ നയിക്കും എന്ന്. അന്ന് എന്നിട്ട് ഒരു റോബിൻ എന്ന ഒരു പേര് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് റോബിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേര് എൻ്റെ മനസ്സിൽ വന്നു. അത് സത്യത്തിൽ ആ റോബിൻ്റെ കല്യാണം നടത്തുന്നത് അത് ഒരിക്കൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു കൊച്ചിൻ്റെ അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ മകൾക്ക് ആലോചനകൾ നടക്കുന്നുണ്ട്, നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് റോബിൻ എന്ന പേര് എൻ്റെ മനസ്സിൽ വന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, നമുക്കത് ആരെങ്കിലും കിട്ടുമെങ്കിൽ ഞാൻ പറയാമല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് അത് കുറച്ച് ആഴ്ചകൾ മാസങ്ങൾ കഴിഞ്ഞ് ഞാൻ കോതമംഗലത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഈ റോബിൻ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്. ആൾ എൻ്റെ അടുത്തോടെ വന്നു. അപ്പോൾ നമ്മൾ ഹായ് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ റോബിനോട് ചോദിച്ചു, കല്യാണമൊക്കെ എങ്ങനെയുണ്ട്, ആലോചനയൊക്കെ ഉണ്ടോ? അപ്പോൾ ആലോചനയുണ്ട്, ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പരിചയത്തിലുള്ളൊരു കൊച്ചുണ്ടല്ലോ, നമുക്ക് പോയി ഇങ്ങനെ ഉണ്ട് ആലോചിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ റോബിൻ അത് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് അടുത്ത ദിവസം പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ കൊച്ചിൻ്റെ അപ്പച്ചനായിട്ട് വിളിച്ച് അവിടെ അടുത്ത ദിവസം കണ്ട്, ഇതൊരു ശനിയാഴ്ചയായിരുന്നു, ഞായറാഴ്ച പോയി കണ്ട് ആ കൊച്ചിനെ കാണുന്നു. അപ്പോൾ റോബിനോട് ചോദിച്ചു എങ്ങനെയുണ്ട്, കൊച്ചിനൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ കൊച്ചിനെ ഇഷ്ടപ്പെട്ട എന്താ കുഴപ്പം. അങ്ങനെ ആ വിവാഹം അങ്ങനെ അത് നടന്നു. അപ്പോൾ ഈ ബോധ്യങ്ങളിലൂടെ നയിക്കും എന്ന് പറയുമ്പോൾ ആ റോബിൻ്റെ പേരും കൂടെ കാണിച്ചു തന്നപ്പോൾ അത് കർത്താവിൻ്റെ ഒരു വലിയ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യങ്ങൾ നൽകി കർത്താവ് ഇപ്പോഴും നയിക്കുന്ന ഒരു രീതി. അപ്പോഴേ ഒരു ചെറിയ ബോധ്യം ഈ തിരുഹൃദയാനുകരണം എല്ലാം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ബോധ്യം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒരു 3 തലത്തിൽ യേശുവായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ജീവിക്കാൻ സാധിക്കും. ഒന്ന്, വ്യക്തിപരമായ ഉത്തരവാദിത്തം. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ചും ഇവിടെ ന്യൂയോർക്കിലൊക്കെ മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്യുന്നു, ചിലർക്കൊക്കെ വീക്കെൻഡിലും ജോലി ചെയ്യണം. അപ്പോൾ നമുക്ക് ജോലി ഇല്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അതുപോലെ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമുക്ക് ബാക്കി വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഉള്ള രീതിയിൽ ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് അനുഭവിച്ചുകൊണ്ട്
ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് വ്യക്തിപരമായ ഒരു ജീവിതത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതി. രണ്ടാമത് ഒരു സമർപ്പിത ജീവിതം. അത് കൂടുതൽ യേശുവിനോട് അടുത്ത ജീവിതമാണ്. ഈശോയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഹൃദയം സമർപ്പിച്ചുകൊണ്ട്, നമുക്ക് ഉദാഹരണത്തിന് സമർപ്പിതരെ എടുക്കാം. അവർ ഹൃദയം യേശുവിന് സമർപ്പിച്ച് ആ യേശുവിൻ്റെ നിന്ന് വരുന്ന വചനം അല്ലെങ്കിൽ അവിടുത്തെ കൽപ്പന അതിൻ്റെ പൂർണ്ണമായിട്ടും വിധേയപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു തലം. മൂന്നാമത് വിശുദ്ധമായ ഒരു ജീവിതം. വിശുദ്ധമായ ജീവിതം എന്ന് പറയുമ്പോഴത് യേശുവിൽ ലയിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. അത് നമുക്ക് വിശുദ്ധരെ ഉദാഹരണമായിട്ട് എടുക്കാം. മദർ തെരേസ, അൽഫോൻസാമ്മ, ചാവറയച്ചൻ, ഇങ്ങനെയെല്ലാം ഒരു യേശുവായിട്ട് ലയിച്ചു നിന്നുകൊണ്ട് യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രീതി. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി യേശുവായിട്ട് ബന്ധപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് 3 തലത്തിൽ ഇത് വരുന്നു. വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് യേശു അതിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പോകുന്ന രീതി. രണ്ടാമത് സമർപ്പിത ജീവിതം. മൂന്നാമത് വിശുദ്ധ ജീവിതം. ഈശോയുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശുദ്ധ കുർബാനയിൽ നിന്നും ഒരു കുറച്ച് ചെറിയ ഭാഗം കൂടി ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നമ്മൾ അതിൻ്റെ ഉള്ളടക്കത്തിൽ നമ്മൾ അതിനെ 7 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ 6ാമത്തെ ഭാഗമാണ് ദൈവ ഐക്യ ശുശ്രൂഷ. ഈ ദൈവ ഐക്യ ശുശ്രൂഷയിൽ വരുന്നതാണ് വിശുദ്ധ കുർബാന സ്വീകരണവും സ്വർഗസ്ഥനായ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഐക്യ പ്രാർത്ഥന. അതിനുശേഷം വിശുദ്ധ കുർബാന സ്വീകരണം. ഇത് ദൈവ ഐക്യ ശുശ്രൂഷയായിട്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ നിന്നും എടുക്കാൻ പറ്റും. വിശുദ്ധ ഗ്രന്ഥത്തിലൊരു 2 ഭാഗം പറയാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ തന്നെ ഒരു മലയിറക്കവും മല കയറ്റവുമാണ്. യേശു തന്നെ സുവിശേഷത്തിൽ രൂപാന്തരീകരണം നടക്കുമ്പോൾ, മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അവിടെ നടക്കുമ്പോൾ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ശ്ലീഹമാർ പറയുന്നുണ്ട്, നമുക്കിവിടെ 3 കൂടാരങ്ങളുണ്ടാക്കാം, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് നിനക്ക്. അപ്പോൾ ആ വലിയ മഹത്വത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അവിടെ ആയിരിക്കാൻ അവർ ഒരാഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ യേശു നമുക്കറിയാം തൊട്ട് താഴെ ജെറുസലേമിലേക്ക് വന്ന് പീഡാസഹനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വലിയ മഹത്വത്തിൽ ആയിരിക്കുമ്പോൾ പോലും അങ്ങനെ ഒരു രീതിയിൽ നിൽക്കാതെ പിതാവായ ദൈവം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി യേശു മലയിറങ്ങി വരുന്നു. മറ്റൊരു ഉദാഹരണം മത്തായി 17 അധ്യായത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മറ്റൊരു ഉദാഹരണം യേശു 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് നിൽക്കുമ്പോൾ അത് കണ്ട് തൃപ്തി അടഞ്ഞ ജനം യേശുവിനെ രാജാവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ യേശു അവരിൽ നിന്നും രക്ഷപ്പെട്ട് മലയിലേക്ക് പോയി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില ദൈവത്തിൻ്റെ ഇടപെടലുകളെല്ലാം സംഭവിക്കുമ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ളൊരു നേട്ടത്തിനോ അങ്ങനെയുള്ള രീതിയിലേക്ക് പോകാതെ ഒരു മലകയറ്റത്തിൻ്റെ രീതിയും കൂടി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ അവസാനമായിട്ട് ഈ ഈശോയായിട്ട് ഐക്യപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് വരുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ഒരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലെ സ്നേഹ നിജ്വാല എന്ന ഒരു ബുക്കിനെക്കുറിച്ച്. അതിൽ മനോഹരമായിട്ട് ഈ കാലഘട്ടത്തിൽ കർത്താവ് തരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിന് ഐക്യ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. അത് വളരെ ശക്തമായൊരു പ്രാർത്ഥനയാണ്. ഈ കാലഘട്ടത്തിന് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന പ്രാർത്ഥനയാണ്. അത് യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: പിതാവായ ദൈവമേ, അങ്ങിത് കനിഞ്ഞരുളണമേ. എൻ്റെയും ഈശോയുടെയും പാദങ്ങൾ ഒന്നിച്ച് നടത്തണമേ. ഞങ്ങളുടെ കരങ്ങൾ ഒന്ന് ചേർന്നിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്നിച്ചു മിടിക്കണമേ. ഞങ്ങളുടെ സത്തകൾ ഒന്നിച്ചായിരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളും മനസ്സും ഒന്നായിരിക്കണമേ. ഞങ്ങളുടെ കാതുകൾ ഒന്ന് ചേർന്ന് നിശബ്ദതയിൽ ശ്രവിക്കട്ടെ. പരസ്പരം ഞങ്ങൾ ഐക്യത്തോടെ നോക്കിയിരിക്കട്ടെ. ഞങ്ങളുടെ അധരങ്ങൾ ഒരുമിച്ച് നിത്യപിതാവിനോട് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഈ മനോഹരമായ പ്രാർത്ഥന, ശക്തമായ പ്രാർത്ഥന ദൈവം തരുമ്പോൾ അതിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. അത് ഡയറിയിൽ മെയ് 3 മുതൽ 11 വരെ 1962 വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ യേശു നമ്മെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോവുക. അത് പ്രത്യേകമായ വിളിയാണ്. അതായത് യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ ചേർന്ന് നിൽക്കുന്നതിനുള്ളൊരു വിളി.
അത് പൗലോസ്ലീഹ പറയുന്നത് പോലെ യേശുവിൻ്റെ സഹനങ്ങളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന രീതിയിൽ യേശു ഇവിടെ പറയുന്നത് സഹനത്തിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ മേഖലയിൽ യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പ്രത്യേകമായ വിളിയിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുന്നതിനാണ്. അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ കരുണയുടെ ഒരു ഉപകരണമാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ വായു തുറന്ന് പ്രഘോഷിക്കുക. പാവികൾക്ക് വേണ്ടി എൻ്റെ ഹൃദയം കരുണയാൽ ഒരുങ്ങുന്നുവെന്ന് നിൻ്റെ ജീവിതം മുഴുവൻ സഹനങ്ങൾക്ക് വേണ്ടി നീ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ എൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരണം. വീണ്ടും ഈ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുമ്പോൾ മുഴു ഹൃദയത്തോടെ പങ്കുചേർന്നാൽ, പ്രാർത്ഥനയാലും ത്യാഗങ്ങളാലും എന്നോടൊപ്പം വന്നാൽ എൻ്റെ വിലാപങ്ങൾ കുറയും. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ശരിക്കും രക്ഷാകര കർമ്മത്തിൽ നമ്മൾ പങ്കുചേർക്കുന്ന യേശുവിൻ്റെ രക്ഷാകര കർമ്മം, അതിൻ്റെ പെസഹ രഹസ്യത്തിൽ അത് സമ്പൂർണ്ണമായിട്ടും അതിൻ്റെ അത്യച്ചുകൂടിയിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ ആ ദൈവവചനം നമ്മളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഈശോ നമുക്ക് തരുന്നത് വലിയൊരു സുവർണ അവസരമാണ്. യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ അവിടുത്തോടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള വിളി. അപ്പോൾ ഈ ഐക്യപ്രാർത്ഥനയിലൂടെ നമുക്ക് അത് സാധിച്ചെടുക്കാൻ, കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി സ്വീകരിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാപനത്തിലേക്ക് വരുമ്പോൾ ഇതേറെക്കുറെ നമുക്ക് 30ാമത്തെ ടോക്കാണ്. ഇതൊരു 100 ടോക്കായിട്ട് 1000 ടോക്കായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ന്യൂയോർക്കിലായിരിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ ആത്മീയമായ മുന്നേറ്റങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശാലോമിൻ്റെ മിനിസ്ട്രികൾ, AFCM മിനിസ്ട്രികൾ, ഇപ്പോൾ ഷെക്കിന അമേരിക്കാസ് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ, അതുപോലെ സന്തോഷ് കരിമത്രയിലൂടെ കർത്താവ് പ്രചോദിപ്പിക്കുന്ന മറ്റ് ശുശ്രൂഷകൾ, ഇതെല്ലാം വന്ന് ആത്മീയമായ ഒരു നേട്ടം അത് നമ്മുടെ രൂപതകൾക്കും നമ്മുടെ ഇടവകൾക്കും അനുഗ്രഹമായിട്ട് ഇവിടെ ഒരു മുന്നേറ്റമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ ടോക്കിൽ നമ്മൾ യുവജനങ്ങളെ കൂടി പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ യുവജനങ്ങൾ അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ള ടോക്കുകൾ നൽകി വിശ്വാസപരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് ഇവിടെയുള്ള യുവജനങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകും, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും കൂടി സഹകരിച്ചു വന്ന് ഇതിന് എല്ലാവരുടെയും പ്രാർത്ഥന ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഈശോ